ഞാനിപ്പോൾ ഉള്ളത് മാങ്കുളം പഞ്ചായത്തിലെ പെരുമൻകുത്ത് വാച്ച് ടവറിലാണ്. ഈ വാച്ച് ടവറിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മാങ്കുളത്ത് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്ട് 18 ലക്ഷത്തോളം രൂപ മുടക്കി നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയും കഴിഞ്ഞ 2 വർഷമായി ഗ്രാമപഞ്ചായത്ത് ഒരാൾക്ക് 10 രൂപ ഫീസ് ഈടാക്കി ഇവിടെ പ്രവേശനം അനുവദിക്കുകയും ചെയ്തിരുന്നതാണ് ഈ പെരുമൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെയാണ് ഇന്നലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളെ, വിനോദസഞ്ചാരികളെ ഇവിടെ നിന്ന് ഇറക്കിവിട്ട് ഇത് അടച്ചുപൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നത്. അങ്ങനെയാണ് അതൊരു സംഘർഷത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഉണ്ടായിരുന്ന പഞ്ചായത്തിൻ്റെ പ്രതിനിധിയാണ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മനോജ് കുര്യൻ. എന്തായിരുന്നു ആ സമയത്ത് ഇവിടെ നടന്നത്? ഏതാണ്ടൊരു ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കുട്ടമ്പുഴ റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു 8 ഓളം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് ഇവിടുത്തെ വിനോദസഞ്ചാരികളെ ഇവിടുന്ന് ഇറക്കി വിടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ഞങ്ങളെ ആളുകൾ പിടിക്കുകയും അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ ജനപ്രതിനിധികളടക്കം ഇവിടെ വന്നപ്പോൾ ഇത് അനധികൃതമായി നിർമ്മിച്ചിട്ടുള്ള ഇതാണെന്നും പറഞ്ഞ് ഇവിടെ അളക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി 2020 18 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും അതിനുശേഷം ഈ ടൂറിസ്റ്റുകൾ ഇവിടെ പാസ് വെച്ച് പഞ്ചായത്തിന് വിട്ടു നൽകിയ ടൂറിസ്റ്റുകളെ പ്രവേശിക്കുകയും ഇത്രയും കാലവും കേസെടുക്കുകയോ യാതൊരു അറിയിപ്പും നോട്ടീസ് പോലും തരാതെ ഇപ്പോൾ ഇന്ന് 1.5 വർഷത്തോളം നടന്നു. ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ഇപ്പോൾ നടപടി സ്വീകരിക്കാൻ കഴിയില്ല, പഞ്ചായത്തിന് നോട്ടീസെങ്കിലും തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ DFO 3 DFOമാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ DFOമാർ ഇവിടെ വരട്ടെ എന്നിട്ട് വിടാമെന്ന് പറഞ്ഞു. അധികം താമസിയാതെ പോലീസ് സന്നാഹത്തോടു കൂടി 3 DFOയും വരികയും ചെയ്തു. എന്നാൽ മാങ്കുളം DFOയ്ക്കും മൂന്നാർ ACFനും ഈ പ്രദേശത്ത് വരുന്നതിനോ കേസെടുക്കുന്നതിനോ യാതൊരുവിധ അധികാരവുമില്ല. അപ്പോൾ അവർ മനഃപൂർവ്വം ഇവിടുത്തെ ജനങ്ങളെയും ഈ ജനപ്രതിനിധികളെയും ആക്രമിക്കുന്നതിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. വിരിവാറ DFO ആദ്യം തന്നെ അനിൽ എന്ന മെമ്പറെ കഴുത്തിൽ പിടിച്ച് തള്ളുകയും വൈസ് പ്രസിഡന്റിനെ മർദ്ദിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടുന്ന് ഏതാണ്ട് ഒരു 200 അടിയോളം താഴ്ചയുണ്ട്. ആ ഗ്രില്ലുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് ആ വൈസ് പ്രസിഡന്റ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയതിനെ ആ പാറയിൽ ചെന്ന് ഇടിച്ച്. മറ്റൊരു കേസ്, ഈ മാങ്കുളത്ത് യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിന് ഫോറസ്റ്റുകാരുടെ അനധികൃതമായ ഇടപെടലുകൾ മൂലം നടക്കുന്നില്ല. ഈ പിടിച്ചു തള്ളിയത് മൂന്നാർ DFO ആണോ അതോ മാങ്കുളം DFO സുഭാഷ് എന്ന ആളാണ് തള്ളിയത്. അപ്പോൾ നിങ്ങൾക്ക് ആ താഴം അറിയാം. ആ സമയത്ത് ഈ പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു? പോലീസ് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. പോലീസ് ഫുൾ പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഫോറസ്റ്റുകാർ വന്നത്. അപ്പോൾ ഇപ്പോൾ ഫോറസ്റ്റുകാർ ഇവിടുത്തെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം പേരിൽ കള്ളക്കേസ് എടുക്കുന്നതിന് വേണ്ടി അവർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ഫുൾ പ്രൊട്ടക്ഷൻ മൂന്നാറിൽ നിന്ന് DYSP അടക്കം വന്നാണ് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. ഒരു ജനങ്ങൾ അവർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള നടപടികളുമായി ഇവർ മുൻപോട്ട് പോയാൽ ജനങ്ങൾ വളരെ ശക്തമായി പ്രതിഷേധിക്കുവാനും ഈ ഒരു സ്ഥലം ഇവിടെ പട്ടയമുള്ള സ്ഥലമാണ്. ഇത് പട്ടയമുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ പവലിയൻ ഇരിക്കുന്നതോ? പവലിയൻ ഇരിക്കുന്ന സ്ഥലം പുഴയും പുറമ്പോക്കും പഞ്ചായത്തിൻ്റെ അധീനതയിൽ വരുന്ന സ്ഥലമാണ്. ഫോറസ്റ്റുകാർക്ക് ഇവിടെ യാതൊരു അധികാരവുമില്ല. അപ്പോൾ അവർ മനഃപൂർവ്വം എത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്? മനഃപൂർവ്വം എത്തി തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഇവിടുത്തെ ജനങ്ങൾക്ക് കുറേ കാലങ്ങളായി മുൻപെങ്ങും ഉണ്ടാകാത്ത തരത്തിലുള്ള വന്യമൃഗ ശല്യവും മറ്റും ഉണ്ടാകുന്നുണ്ട്. ഇതൊന്നും നിയന്ത്രിക്കുന്നതിന് ഇവർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. ഇതിൻ്റെ അവർ യഥാസമയം നഷ്ടപരിഹാരത്തിന് വേണ്ട റിപ്പോർട്ടുകൾ കൊടുക്കുന്നതിനൊന്നും ഈ ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത മൂലം അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല. ഇതിലെല്ലാം ജനങ്ങളോട് എല്ലാ തരത്തിലും മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത്. എന്തായാലും അത്തരത്തിലാണ്. യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കാതിരിക്കുന്ന സമയത്താണ് DFO അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്ക് നീങ്ങുന്നത്. എന്തായിരുന്നാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വനംവകുപ്പിന് ഇത് ഒരു വിധത്തിലും ഇടപെടേണ്ട യാതൊരു വിധമായ കാര്യവുമില്ലാത്ത ഒരു സ്ഥലത്താണ്, അധികാരവുമില്ലാത്തടത്താണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ നടത്തുകയും അത് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് പോവുകയും ഇപ്പോൾ കേസുകളിലേക്കും മറ്റും എത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും മാങ്കുളത്തെ ജനത വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. ആ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് S. ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.